നമസ്കാരം. നമ്മുടെ നാട്ടിലെ ദരിദ്രരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട ജനവിഭാഗങ്ങൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ തിരുവനന്തപുരത്ത് സമരത്തിലാണ്. ആശാ വർക്കർമാർ തുടങ്ങി ഭിന്നശേഷി കുട്ടികൾ വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. ഇന്ന് ഞാൻ ആശാ വർക്കർമാരായിട്ടുള്ള സഹോദരിമാരെ അവരുടെ സമരപ്പന്തലിൽ പോയി കണ്ടിരുന്നു. ഏതാണ്ട് 2 ആഴ്ചയോളമായിട്ട് ആ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുകയാണ്. പക്ഷേ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമില്ല. ഈ കൂട്ടത്തിൽ തന്നെയുള്ള നിരവധി ആളുകൾ, ആ ആളുകളെ ശബരിമല സമരകാലത്ത് നവോത്ഥാന മതിൽ കെട്ടാൻ ഉപയോഗിച്ച ആളുകളാണ് CPM. അപ്പം മതിൽ കെട്ടാനും സർക്കാരിൻ്റെ പൊതുപരിപാടികൾ വിജയിപ്പിക്കാനും എല്ലാം ആശാ വർക്കർമാർ വേണം. പക്ഷേ ആവശ്യങ്ങൾ കേൾക്കാൻ, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല. ഇതാണ് സ്ഥിതി. സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ഏൽപ്പിക്കുന്ന ജോലികളാണ് ആശാ വർക്കർമാർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇതാണ് ആരോഗ്യമന്ത്രിയുടെ ന്യായീകരണം. അത് ഏറ്റിട്ടില്ല. കാരണം ഈ NHM ഫണ്ടൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന വീണ ജോർജ് പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് ജനങ്ങൾക്കറിയാം. ഈ NHM അഥവാ ദേശീയ ആരോഗ്യ ദൗത്യം, അതിൻ്റെ കീഴിൽ കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ള മാനദണ്ഡം, അതേ മാനദണ്ഡമാണ് കേരളത്തിനുള്ളത്. ആരോഗ്യമന്ത്രിയോട് ഞാനത് ചോദിക്കട്ടെ, ഈ ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിലുള്ള ആ ദൗത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട കേന്ദ്ര ഫണ്ട് ഇനി ബാക്കി എത്രയാണ് കിട്ടാനുള്ളത്? അതാണോ ഈ കേരള സർക്കാരിന് ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം? കാരണം എൻ്റെ കയ്യിൽ കണക്കുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ കേരളത്തിന് 23-24 വർഷത്തിൽ 189.15 കോടിയും 24-25 815.73 കോടിയും കൊടുത്തു കഴിഞ്ഞു. 24-25 കാലത്ത് ആകെ കേരളത്തിന് കിട്ടേണ്ടിയിരുന്നത് 913.24 കോടിയാണ്. അതിൽ 815.73 കോടി കൊടുത്തു കഴിഞ്ഞു. അതുതന്നെ കുറച്ച് വൈകി. എന്തുകൊണ്ടാണ് വൈകിയതിന് കാരണം ദേശീയ മാനദണ്ഡങ്ങൾ കേരള സർക്കാർ പാലിക്കില്ല എന്ന് വാശി പിടിച്ചു തുടക്കത്തിൽ. പിന്നീട് മാനദണ്ഡങ്ങൾ പാലിക്കാൻ സന്നദ്ധരായപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് റിലീസ് ചെയ്തു. അപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയാലും, വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിച്ചാലും, ആശാ വർക്കർമാർക്ക് ഓണറേറിയം മുടങ്ങിയാലും ഒക്കെ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്ന ഈ പരിഹാസ്യമായിട്ടുള്ള സമീപനം അത് ഇനിയെങ്കിലും CPM അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ആശാ വർക്കർമാരോട് എന്നും ആദരവ് കാട്ടിയിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അവരെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസിൽ ഉൾപ്പെടെ അതിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. കോവിഡ് മഹാമാരിയെ അതിജീവിക്കാൻ ഈ രാജ്യത്തെ സഹായിച്ചത് അത് ആശമാരാണ് എന്ന് പറയുന്ന ആളാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അവരോട് ഒരവഗണനയും കാണിച്ചിട്ടില്ല, കാണിക്കുന്ന പ്രശ്നമില്ല. പ്രശ്നം സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണനയുടെ വിഷയമാണ്. ഇന്ന് സമരപന്തലിൽ ഞാൻ ചോദിച്ചിരുന്നു, അവിടെ പോയപ്പോൾ, ഈ ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി എന്നറിയപ്പെടുന്ന KV തോമസിൻ്റെ ആണോ അതോ ആശാ വർക്കർമാരുടെ ആണോ സേവനം കേരളത്തിന് ആവശ്യം എന്ന് ഞാൻ ചോദിച്ചിരുന്നു. കാരണം KV തോമസിന് പ്രതിമാസം 11 ലക്ഷം കൊടുക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുക. എന്ത് സേവനമാണ് അദ്ദേഹം നാടിന് വേണ്ടി ചെയ്യുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ 19 MPമാർ ലോക്സഭയിലുണ്ട്, 5-6 പേര് രാജ്യസഭയിലുണ്ട്. കേരള ഹൗസിൽ IAS റെസിഡൻറ്റ് കമ്മീഷണറുണ്ട്. ഇവർക്കൊന്നും സാധിക്കാത്ത എന്ത് പണി ആണ് മാസം 11 ലക്ഷം വാങ്ങി KV തോമസ് സാർ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് ഈ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ നിയമനം കിട്ടിയ PSC അംഗങ്ങൾ, അതുപോലെ സർക്കാർ വക്കീലന്മാർ, ഇവർക്കൊക്കെ ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന നടപടിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. PSCക്കാരുടെ സ്ഥിതി അറിയാം. SFIക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തലാണ്, തിരികെ കയറ്റലാണ് പ്രധാനപ്പെട്ട പണി.
ഗവൺമെൻറ് പ്ലീഡർമാരെ കുറിച്ച് പറഞ്ഞാൽ അവർ എത്ര കഴിവുകെട്ടവരാണ് എന്നറിയാൻ പ്രധാനപ്പെട്ട കേസുകൾ എത്ര എണ്ണത്തിന് കേരളത്തിന് പുറത്തു നിന്ന് അഥവാ സുപ്രീം കോർട്ടിൽ നിന്ന് അഭിഭാഷകരെ ക്ഷണിച്ചു വരുത്തേണ്ടി വന്നു എന്നുള്ളതിൻ്റെ കണക്ക് നോക്കിയാൽ മതി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുന്ന ആളുകൾ മന്ത്രിമാർക്ക് പുതിയ കാറ് വാങ്ങാൻ ചെലവഴിച്ചത് 100 കോടിയോ മറ്റോ രൂപയാണ് ബജറ്റിൽ. അതിനുവേണ്ടിയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെയല്ല, ഈ പറഞ്ഞ മണിമാളികകളിൽ താമസിക്കുന്ന വരേണ്യവർഗത്തിൻ്റെ പാർട്ടിയാണ് ഈ CPM എന്ന് ഒരിക്കൽ കൂടി CPM തെളിയിച്ചുകൊണ്ടിരിക്കുക.